ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി റൂമിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ സൂര്യ ഫ്ലാസ്കിലേക്ക് മദ്യം ഒഴിച്ചു വെക്കുകയാണ്. എന്നിട്ട് ചൂടുവെള്ളമാണെന്ന് പറയാൻ വേണ്ടി അങ്ങനെ നന്ദിനി വരുന്നതിൻ്റെ മുന്നേ എല്ലാം ചെയ്തു വെച്ച ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ സൂര്യ ഇരിക്കുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, അല്ല സൂര്യ സാർ, ആരെന്താ കള്ളു കുടിച്ചോ? ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല. എന്താ എനിക്കത് വിശ്വാസം വരുന്നില്ല. എങ്കിൽ നീ ഒന്ന് എന്നെ മണത്ത് നോക്ക് എന്ന് പറഞ്ഞ് സൂര്യയെ നന്ദിനി മണത്ത് നോക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് റൂം മൊത്തത്തിലൊരു മദ്യത്തിൻ്റെ മണം വരികയാണ്. അപ്പോൾ ഇതെന്താ, റൂം മൊത്തത്തിലൊരു മദ്യത്തിൻ്റെ മണമുണ്ടല്ലോ, അതെന്താ നന്ദിനി നീ പറയുന്നത്? ഇവിടെ നിറയെ മദ്യത്തിൻ്റെ കുപ്പികളൊക്കെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാനിപ്പം മദ്യം കുടിക്കില്ലല്ലോ, നീ എന്നോടിപ്പോൾ പറയാൻ വരുന്നത് തന്നെ മദ്യം കുടിക്കണ്ട എന്ന് ഞാൻ പറയുന്നത് കയ്യിൽ മുറിവൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെയല്ലേ നീ പറയാൻ വരുന്നത്? അപ്പോൾ നന്ദിനി പറയണ, ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ കാണാപാഠം പഠിച്ചിട്ട് അതേപോലെ പറയുന്നതാണല്ലോ സൂര്യ സാറിൻ്റെ ഏർപ്പാട് എന്നും പറഞ്ഞ് നന്ദിനി സൂര്യക്ക് കഴിക്കാനുള്ള മരുന്ന് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ, എന്തിനാ നന്ദിനി ഇനി വെള്ളം എടുക്കുന്നത്? ഇവിടെ ഫ്ലാസ്കിലുണ്ടല്ലോ ചൂടുവെള്ളം, അത് വേണ്ട, ഞാൻ എടുത്തുകൊണ്ട് വരാം. നീ ഒരുപാട് തവണയായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തുടങ്ങിയിട്ട്, സാരമില്ല, ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുടിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദിനിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഫ്ലാസ്കിലുള്ളത് ചൂടുവെള്ളമാണെന്നുള്ളത് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയണം, എന്ന് ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തരും. വേണ്ട, ഗ്ലാസ്സിലേക്കൊന്നും ഒഴിക്കേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദിനിയെ വിശ്വസിപ്പിക്കുകയാണ് സൂര്യ. എന്നിട്ട് ആ മരുന്ന് വായയിൽ വെക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് സൂര്യ അത് കുടിക്കുന്നത് പോലെ അങ്ങ് ആക്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി കാണാതെ ആ മരുന്നെടുത്ത് കളയുന്നുണ്ട്. നന്ദിനി കാണാൻ വേണ്ടിയിട്ട് കുടിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നന്ദിനിക്ക് നല്ല സംശയം വരുന്നുണ്ട്, ഇതെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിലുണ്ട്. അപ്പോൾ നന്ദിനിയെ പിടുത്തം കൊടുക്കാതെ സൂര്യ ഇങ്ങനെ അഭിനയിച്ച് ചൂടുവെള്ളം കുടിക്കുന്നത് പോലെയൊക്കെ അങ്ങ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദിനിയോട് പറയും, നീ എന്താ നന്ദിനി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ ഉറങ്ങാൻ നോക്കിക്കോ, കുറേ നേരമായില്ലേ, ഞാൻ കുടിച്ചോളാം. എനിക്ക് നീ ഇപ്പോൾ ഏതായാലും മദ്യം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചൂടുവെള്ളമെങ്കിലും മദ്യമാണെന്ന് കരുതിയിട്ട് ഒന്ന് ആസ്വദിച്ച് കുടിച്ചോട്ടെ നന്ദിനി, നീ ഒന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ്. അങ്ങനെ നന്ദിനി എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യയെ തന്നെ നോക്കുന്നത്. എന്നിട്ട് നന്ദിനി ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോഴൊക്കെ നന്ദിനി സൂര്യയെ തന്നെ നോക്കുമ്പോൾ, സൂര്യ നീ ഉറങ്ങിക്കോ നന്ദിനി എന്ന് പറയണം. എന്നിട്ട് നന്ദിനിയോട് ഉറങ്ങാൻ പറയണേ. എന്നിട്ട് സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഒരു ഐഡിയ കൊള്ളാമല്ലോ, ചൂടുവെള്ളമാണെന്ന് കരുതി എനിക്ക് മദ്യവും കുടിക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് സൂര്യ കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കിച്ചണിലേക്ക് നന്ദിനി ചെല്ലുന്ന സമയത്ത് രാജുവേട്ടൻ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജുവേട്ട എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ, നന്ദിനി നീ എന്തിനാ നേരത്തെ എണീറ്റത്? കുറച്ചു നേരം കൂടി നിനക്ക് കിടക്കായിരുന്നില്ലേ? നീ ആ ഗുണ്ടകളെ പിടിയിലായിട്ട് നിനക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, നേരെ ചൊവ്വയൊന്നും ഭക്ഷണം പോലും തന്നിട്ടുണ്ടാവില്ല, നീ പോയി റെസ്റ്റ് എടുത്തോ. എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കേണ്ട രാജുവേട്ടാ, നിന്നെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയി എന്ന് കേട്ടപ്പോൾ സൂര്യ സാറിൻ്റെ ടെൻഷൻ ഒന്ന് കാണണമായിരുന്നു. സൂര്യ സാറ് എന്തുമാത്രം അധികം ടെൻഷനായെന്നോ. അപ്പോൾ നന്ദിനി പറയണേ, എന്നെ ഇതുപോലെ എത്ര തവണയായി ഓരോരുത്തരായി പിടിച്ചോണ്ട് പോകുന്നു, എന്തിനാണ് അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നത് എന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു ശീലമായി തുടങ്ങി, പിന്നെ എന്നെ ഓരോ തവണ പിടിച്ചോണ്ട് പോകുമ്പോൾ സൂര്യ സാറ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എന്തെല്ലാം സഹായമാണ് ചെയ്യുന്നത്. സൂര്യ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയണേ, സൂര്യ സാറിനെ കുറിച്ച് വാ തോരാതെ നീ സംസാരിക്കുന്നുണ്ട്, പക്ഷേ സൂര്യ സാറിന് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ നിനക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോൾ രാജേട്ടൻ ഒരു കാര്യം ചെയ്യും, എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുക, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നല്ലോ. മോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീട്ടിലെ ആരെങ്കിലും ഒരാളെയാണ് തട്ടിക്കൊണ്ടുപോയത് ഗുണ്ടകളെങ്കിൽ സൂര്യ സാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇതിപ്പോൾ മോളായത് കൊണ്ടാണ് സൂര്യ സാർ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോളെ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് വരുന്നത്. യതീന്ദ്രൻ സാറ് പറയുന്നത് ശരിയാണ്, മോൾ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് സൂര്യ സാറിൻ്റെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസം വന്നത്. മോൾ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോയി നോക്കണം, സൂര്യ സാറിനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും കിട്ടില്ല, സൂര്യ സാറ് പിന്നെ ഏതെങ്കിലും ഒരു മുക്കിൽ കുഴഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞതോടെ നന്ദിനി, രാജുവേട്ടാ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? രാജുവേട്ടൻ കരുതുന്നത് പോലെ ഒന്നുമില്ല. അപ്പോൾ രാജു പറയണേ, കണ്ടോ നന്ദിനി, ഒരു ദിവസം ഞാൻ പറയുന്നത് പോലെ തന്നെ ആവുന്ന മോള് സൂര്യ സാറിനെയും സൂര്യ സാറും മോളെയും സ്നേഹിക്കും, അല്ലെങ്കിൽ ഈ രാജുവേട്ടൻ്റെ പേര് മോള് മാറ്റിക്കോ എന്ന് പറയുമ്പോൾ, ഒന്ന് വെറുതെ ഇരിക്കും രാജുവേട്ട എന്ന് പറഞ്ഞ് നന്ദിനി ഓരോ പണികൾ ചെയ്യുകയാണ്. ഈ സമയം സൂര്യ കമ്പനിയിലെ മാനേജർ ആനന്ദിനെ വിളിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വാ, എൻ്റെ നന്ദിനി വന്നിട്ടുണ്ട്, എൻ്റെ നന്ദിനി അവളുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയതാണ്, ഇനി ആനന്ദ് ഇവിടേക്ക് വന്നാൽ ചെക്കിൽ ഒപ്പിട്ട് കൊണ്ടുപോവാം എന്ന് പറയട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് പറയുമ്പോൾ, എങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ സൂര്യ പത്മ
പത്മയും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പത്മയും യതീന്ദ്രനൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും വിജയനും ഇന്ദ്രജയും കൂടി വരികയാണ്. എന്നിട്ട് അവിടേക്ക് ആനന്ദ് കൂടി വന്നപ്പോൾ നന്ദിനി എവിടെ നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ രാജു പറയണേ കണ്ടില്ലേ അവിടെ വന്നിട്ടുണ്ട്, കമ്പനിയിലെ മാനേജർ വന്നിട്ടുണ്ട്, നിന്നെക്കൊണ്ട് ഒപ്പിടിപ്പിക്കാനാവും, നീ പോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പേടിയാവുന്നു, എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അതൊക്കെ നല്ലതല്ലേ, പത്മ മേഡത്തിനോടൊപ്പം തന്നെ നിനക്കും അത് ഒപ്പിടാം എന്ന് പറയുന്നത് അതൊരു വലിയ സ്ഥാനം തന്നെയല്ലേ. നീ ഇവിടുത്തെ നിസാര പുള്ളിയല്ല എന്നുള്ളത് പത്മ മേഡവും വീട്ടിലുള്ളവരും എല്ലാം മനസ്സിലാക്കട്ടെ. നീയും പത്മ മേഡത്തിനോടൊപ്പം ചേർന്ന് നിൻ്റെ ഒപ്പുകൂടി വരുന്നത് അത് നിനക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. നീയും ഈ വീട്ടിലെ ഒരു വലിയ സ്ഥാനത്ത് തന്നെയാണെന്നുള്ളതല്ലേ ഇതിന് അർത്ഥം. നീ ചെല്ല് നന്ദിനി എന്ന് പറഞ്ഞ് രാജു നന്ദിനിയെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് നന്ദിനി അവിടേക്കാണ്. അപ്പോൾ എന്താ സൂര്യ സാർ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി നീ ഈ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കണം, നിൻ്റെ ഒപ്പ് കൂടി വേണം. നിൻ്റെ ഒപ്പിട്ടാൽ മാത്രമാണ് ഇനി ഈ കമ്പനിയിലെ മാത്രമല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ പോലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഇതിൽ ഒപ്പിട് എന്ന് പറഞ്ഞ് ആനന്ദിനോട് ആ ചെക്ക് കൊടുക്കാൻ വേണ്ടി പറയട്ടെ. അപ്പോഴൊക്കെ പത്മ അങ്ങനെ ദേഷ്യത്തിൽ വരികയാണ്. അപ്പോൾ നന്ദിനി പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാജുവേട്ടാ ഒരു ചെയർ ഇങ്ങ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് രാജുവിനെ കൊണ്ട് ഒരു ചെയർ കൊണ്ട് വിരിപ്പിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയോട് ഇരിക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് നന്ദിനി ഒപ്പിടാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോഴൊക്കെ നന്ദിനി ഇങ്ങനെ മടിയോട് കൂടി ഇരിക്കുമ്പോൾ നന്ദിനി നീ എന്തിനാണ് മടിക്കുന്നത്, നീ ഒപ്പിട്, എന്നാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കൂ. ഇവിടെ നിൽക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥാനമുണ്ടോ? അവർക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റൂ. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ കിച്ചണിൽ പോയി ജോലിയൊന്നും ചെയ്യേണ്ട എന്ന്. നിനക്കിവിടെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്. കമ്പനിയിലെ ചെക്കിൽ സൈനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണോ? നന്ദിനി നീ മടിക്കാതെ ഒപ്പിട് എന്ന് പറഞ്ഞ് സൂര്യ നിർബന്ധിക്കുകയാണ്. അപ്പോൾ സൂര്യ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പത്മയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരികയാണ്. പത്മയ്ക്കും വിജയനൊക്കെ. അപ്പോൾ യതീന്ദ്രന് മനസ്സിലാകുന്നുണ്ട് ഇവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സൂര്യ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ള ഭാഗത്തിലാണ് കേട്ടോ യതീന്ദ്രൻ ഇരിക്കുന്നത്. അങ്ങനെ നന്ദിനി ഒപ്പിടാൻ വേണ്ടി ചെക്കിൽ ഒപ്പിടാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് നന്ദിനി ഒപ്പിടാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ചെക്കിൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ചെക്ക് അങ്ങ് വലിച്ചു അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അത് തുണ്ടമായി അങ്ങ് കീറുകയാണ്. എന്നിട്ട് ഇതിൽ ആരും ഒപ്പിടില്ല, ഈ പത്മയുടെ ഒപ്പിൻ്റെ താഴെ ഒപ്പിടാമെന്ന് നീ കരുതിയോടി? നീ പത്മയ്ക്കൊപ്പം നിൽക്കാമെന്നുള്ളത്, അതും ഈ വേലക്കാരി പത്മയ്ക്കൊപ്പം നിൽക്കാമെന്ന് നീ കരുതുന്നു? ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മ ചെക്ക് ലീഫൊക്കെ അങ്ങ് കീറിക്കളയുന്നത്. അതോടുകൂടി സൂര്യ പറയണേ കണ്ടില്ലേ അച്ഛാ, ഇപ്പം മനസ്സിലായില്ലേ, നന്ദിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ഇവിടെ ചിലരൊക്കെ കരുതിയത്. അതുകൊണ്ടാണ് ഇതുവരെ ആരും ഒന്നും മിണ്ടാതെ ഇരുന്നതും. ഇപ്പം മനസ്സിലായില്ലേ നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ ഈ വീട്ടിലുള്ള ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതോടെ പത്മ പറയാം ആടാ, ഞാനാണെങ്കിൽ നീ അതൊന്ന് തെളിയിക്കടാ, തെളിയിക്കും, ഈ സൂര്യ തെളിയിക്കും. ഇനിയല്ലേ പൂരം കാണാൻ കിടക്കുന്നത്, നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളിപ്പോൾ ഈ വലിച്ചെറിഞ്ഞ ഈ ചെക്ക് ഉണ്ടല്ലോ അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ചടിപ്പിക്കും, ഈ സൂര്യയാണ് പറയുന്നത്. എങ്കിൽ നമുക്കതൊന്ന് കാണണമല്ലോ. ഈ വേലക്കാരിയോടൊപ്പം എൻ്റെ ഒപ്പ് എന്തായാലും ഉണ്ടാവില്ല, പത്മയാണ് പറയുന്നത് എന്നും പറഞ്ഞ് പത്മ ദേഷ്യം പിടിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണ സൂര്യ നീ വെറുതെ മമ്മിയെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണാവോ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ വിജയൻ പറയണ അളിയ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ല. മഹാഭാഗ്യം, അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളുടെ കാരണത്തെ എൻ്റെ കൈ വീണേ. കേട്ടപ്പോൾ വിജയൻ അന്ന് പേടിച്ച് ബാക്കിലേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് സൂര്യ ആനന്ദിനോട് പറയണേ കമ്പനിയിലെ കാര്യങ്ങളൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല, ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ആനന്ദിനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഒന്നും മിണ്ടാതെ നന്ദിനി അങ്ങ് കിച്ചണിലേക്ക് പോവാണ്. ഇന്ദ്രജയും വിജയനും കൂടി പോവാണ്. അപ്പോൾ യതീന്ദ്രൻ തനിച്ചാകുന്ന സമയത്ത് സൂര്യ പറയാണ് അച്ഛൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്, ഞാൻ പണി കൊടുക്കുകയെ എന്നും പറഞ്ഞിട്ടാണ് സൂര്യ അകത്തേക്ക് പോകുന്നത്. എന്നിട്ട് യതീന്ദ്രൻ പത്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് പത്മ എന്തിനാണ് നീ വെറുതെ ഈ പ്രശ്നം വഷളാക്കുന്നത്? സൂര്യയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ആനന്ദിനെ തിരിച്ചു വിളിച്ചോളാം എന്നിട്ട് ഇതങ്ങ് സോൾവ് ആക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. ആ വേലക്കാരി എന്നോടൊപ്പം ഒപ്പിടാൻ ഈ പത്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. കൂടിപ്പോയാൽ ഈ കമ്പനി അങ്ങ് തകർന്നു പോകുമെന്നല്ലേ ഉള്ളൂ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ കമ്പനി തകർന്നാൽ ഞാൻ അടുത്ത ഒരു കമ്പനി അങ്ങ് തുടങ്ങും, അത്രയേ ഉള്ളൂ. അതും ഇതിനേക്കാളും വലിയ ഒരു കമ്പനിയായി ഞാൻ ഉയർത്തി കൊണ്ടുവരികയും ചെയ്യും. അതിനുള്ള ആത്മവിശ്വാസമൊക്കെ ഈ പത്മയ്ക്കുണ്ട്. പത്മ അല്ലാതെ തെരുവിലിറങ്ങാനൊന്നും പോകുന്നില്ല. അവളുടെ
അച്ഛൻ്റെ പോലെ ആ സുദേവൻ്റെ പോലെ ഞാനെന്തായാലും സെക്യൂരിറ്റി ആയി നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ, നിനക്ക് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, സൂര്യയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. സൂര്യ ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് പോലും പറയാൻ കഴിയില്ല. ആ സമയത്ത് പിന്നെ വെറുതെ അന്തം വിട്ടിട്ട് കാര്യമുണ്ടാവില്ല. നീ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും സൂര്യ പിന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ സൂര്യയുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അവൻ എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈ പത്മയെ എന്ത് പറഞ്ഞാലും ആരും മാറ്റാനൊന്നും ഉദ്ദേശിക്കേണ്ട. പത്മ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഈ പത്മ മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിൽക്കാതെ നിങ്ങൾ ആ വേലക്കാരിയില്ലേ അവളോടൊപ്പം സൂര്യയോടൊപ്പം പോയി നിൽക്ക്, അതാണ് പറ്റൂ എന്ന് പറഞ്ഞ് യതീന്ദ്രനെ പറഞ്ഞു വിടണം. ഇനി പത്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് സൂര്യ ഇനി കൊടുക്കുന്നത്. സൂര്യയുടെ പേരിലുള്ള ആ വീട് വിൽക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ബ്രോക്കറെ വിളിച്ച് കാര്യം പറയണേ, ഇങ്ങനെ വീട് വിൽക്കാനുണ്ട്, നിങ്ങൾ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് ബ്രോക്കറെ വിളിക്കുകയാണ്. പത്മയെ തോൽപ്പിക്കാൻ വേണ്ടി സൂര്യ ഒരുങ്ങുകയാണ്. അങ്ങനെ പത്മയും ഇന്ദ്രജയും വേദയും വിജയനും കൂടി സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ ബ്രോക്കർ വരുന്നത്. എന്നിട്ട് ഇക്കാര്യം പറയുകയാണ്, ഈ വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോകണം. ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വിജയനെയും ഇന്ദ്രജയും നോക്കുമ്പോൾ, അയ്യോ ആൻറ്റി ഞങ്ങളൊന്നുമല്ല എന്ന് പറയണേ. അപ്പോഴത്തേക്കും സൂര്യ അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഞാനാണ് പറഞ്ഞത്, എൻ്റെ പേരിലുള്ള ഈ വീട് വിൽക്കാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയും അനുവാദം വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ്.